ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അഭിയാണെങ്കിലോ നല്ല വേവാത്ത ഇടിയപ്പം കൊണ്ട് തന്നെ നല്ല വേവാത്ത ഇടിയപ്പം ശ്രീനാഥിന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, ഇത് എന്ത് ഇടിയപ്പമാണ് അഭി, കാരണം ഇത് വെന്തിട്ട് പോലുമില്ല, എങ്ങനെ ഞാൻ ടേസ്റ്റിൻ്റെ കാര്യം പറയാം എന്ന് പറയുന്നു കേട്ടോ. ഇത് വെന്തിട്ടില്ലേ, ഇത് പച്ച മാവാണ്, ഇതിനൊരു ടേസ്റ്റും എനിക്ക് തോന്നുന്നില്ല, പിന്നെ എങ്ങനെ നീ ഉണ്ടാക്കിയതിന് ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുക. അപ്പോൾ എല്ലാവരും കൂടി ചിരിക്കുന്നു. അങ്ങനെ അഭിയാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. വക്കീലിന് വിഷമമായെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ വർഷയും ശിവയും കൂടി അഭിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി വക്കീലെ, നിങ്ങൾ കഴിച്ചതല്ലേ, ഇടിയപ്പം നന്നായിട്ട് വെന്തിട്ടില്ലേ, എന്നിട്ട് ശ്രീ എന്നെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞത്. അത് സത്യം തന്നെയാണ്, കാരണം ഞങ്ങൾ കഴിച്ചു നോക്കി, അതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇടിയപ്പം വെന്തില്ല എന്ന് പറഞ്ഞ സ്ത്രീക്കെതിരെ നമുക്കൊരു കേസ് കൊടുത്താലോ, ഏതായിരിക്കും ചാർജ് ചെയ്യേണ്ടതെന്ന് അബിയോട് തമാശ രൂപത്തിൽ ചോദിക്കുന്നു കേട്ടോ. അങ്ങനെ അബിക്ക് വരെ ചിരി വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും കല്യാണത്തിൻ്റെ തിരക്കുകളാണ്. അങ്ങനെ ദലപാലൻ നമ്മുടെ മണ്ഡപത്തിൻ്റെയും അതുപോലെ നമ്മുടെ തിരുമേനിയെക്കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ 2 വീതം എഴുതുക കേട്ടോ. എന്ത് തരം എല്ലാം 2 എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് വേറൊരു ഓപ്ഷനാണ്. അപ്പോൾ തന്നെ വിവേക് വരുന്നുണ്ട് കേട്ടോ. എന്താ അച്ഛൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ലേ? ഇതൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയുന്നു. എന്താ 2 വീതം, കല്യാണ മണ്ഡപം 2, അതുപോലെ തന്നെ ജോൽസിൻ 2, അങ്ങനെ 2 എഴുതിയിരിക്കുന്നത്. എടാ മോനെ, ഒന്നില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാമല്ലോ, അതുകൊണ്ടാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് ഇവർക്ക് തിരക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ. ഇങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വിവേക് പെട്ടെന്ന് തൻ്റെ വായ വെച്ച് പറയുന്നുണ്ട്, അപ്പോൾ വരനും 2 കണ്ടു വെച്ചിട്ടുണ്ടോ എന്ന രീതിയിലുണ്ട്. പെട്ടെന്ന് മാറിപ്പോണെങ്കിലോ. അപ്പോഴത്തേനും നീ എന്തൊക്കെയാണ് പറയുന്നത്? വസുന്ധരയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എപ്പോഴാണ് നാവിൽ ഗുളികം വന്നിരിക്കുന്നതെന്ന് അറിയില്ല. അറിയാതെയാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത്. നീ എങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്? അത് വർഷയ്ക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞു, ഞാൻ അവളുടെ കൂടെ പോകാമെന്ന് കരുതിയിട്ടുണ്ട്. മോനെ, അധികം യാത്രയൊന്നും ഇനി ചെയ്യേണ്ട, നിങ്ങളുടെ കല്യാണമായില്ലേ, ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കും. എന്താ മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ ഫെമിനിസ്റ്റായ മമ്മിയാണോ ഈ പറയുന്നത്? അല്ല മോനെ, എന്നാലും ഞങ്ങൾ പോയിട്ട് വരാം മമ്മി, നീ പോയിട്ട് വാടാന്ന് പറഞ്ഞിട്ട് തന്നെ പലരും പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ വസു, നിൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷനുണ്ടല്ലോ, എന്താണത്? എൻ്റെ മനസ്സിലൊന്നുമില്ല. എന്തോ ഉണ്ട്, അതെന്താ നീ എന്നോട് പറയാത്തത്? അത് പറയാനുള്ളതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൗനമായിട്ട് പോവുകയാണ്. പിന്നെ ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ വർഷ വിവേകിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഒരുപാട് നല്ല ഉടുപ്പുകൾ സെലക്ട് ചെയ്യുന്നത് മറ്റാർക്കും അല്ല, ദാർച്ച മോൾക്ക് തന്നെയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് വിവേകിനെ കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. മോൾക്ക് നല്ലൊരു ഡ്രസ്സ് എടുക്കണം. എൻ്റെ മനസ്സിൽ അവൾക്ക് ഞാൻ നല്ലൊരു ഡ്രസ്സ് കണ്ടുവച്ചിട്ടുണ്ട്, അത് തന്നെ കൊടുക്കണം. എൻ്റെ കല്യാണത്തിന് എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ സുന്ദരിയാവണം എൻ്റെ മോളെന്ന് പറയുന്നു. ആ സമയത്ത് ഇതിന് വേണ്ടിയിട്ടാണോ? ഞാൻ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. വേണ്ട, ഞാൻ തന്നെ മോൾക്ക് വേണ്ടി സെലക്ട് ചെയ്തോളാം. പിന്നീട് ആ പൊടുപ്പുമായിട്ട് ആ ഒരു യശോദ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവർ അറിയുന്നത് അവിടെ അവരില്ല, അവർ വാടകയ്ക്കാണ് അവിടെ താമസിച്ചിരുന്നത്, ഇപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയെന്ന്. അവർക്ക് എന്തൊക്കെയോ കടങ്ങളും ബാധ്യതയും ഉണ്ടായിരുന്നു, ആളുകളൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. ഇനിയിപ്പോൾ എവിടെ അന്വേഷിച്ചാൽ അവരെക്കുറിച്ച് അറിയാമെന്ന് ചോദിക്കുമ്പോഴത്തേനും ഹൗസ് ഓണറുടെ ഒന്ന് ചോദിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമെന്ന് പറയുന്നു. പിന്നീടാണെങ്കിലോ ഹൗസ് ഓണറോട് ചോദിച്ചിട്ടും അവർക്ക് യാതൊരു വിവരവും ഇല്ല കേട്ടോ. ഈ കാര്യം അറിഞ്ഞ വർഷയ്ക്ക് വളരെയധികം സങ്കടമാവുന്നുണ്ട്. ഈ ഉടുപ്പും സീറ്റ്സൊക്കെ ഞാൻ ആർക്ക് കൊടുക്കും? അവളെ കൊണ്ട് എങ്ങോട്ട് അവർ പോയിട്ടുണ്ടാവുന്നൊരു ചിന്ത മാത്രമാണ്. ആ സമയത്ത് ആർച്ചബോളുടെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടി, ഒരമ്മ ആ കുട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചി അവിടെ നിൽക്കുക, ഇതെനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ്, ഇപ്പോൾ അവൾ ഇവിടെ ഇല്ല, എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല, ഇത് മോൾക്ക് ഇരിക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ. മോളെ ദൈവം രക്ഷിക്കുമെന്ന് പറയുന്നു ആ ചേച്ചി. അങ്ങനെ ആ മോൾക്കൊരു ഉമ്മയ്ക്ക് കൊടുത്ത് വർഷം തിരിച്ചു വരുന്നു കേട്ടോ. ഇതെൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തകൾ മാത്രമായിരിക്കും വിവേക്, അതാണ് ആ മോൾക്ക് ഞാൻ തിരിച്ചു കൊടുത്തത്, എനിക്ക് വിഷമം സഹിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. പിന്നെ വീട്ടിലെത്തുന്ന വിവേക് നേരെ ചെന്നിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ നേരെ കൊണ്ടുപോയിട്ട് ശ്രീനാഥിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. വർഷയുടെ രക്ഷകർത്താവാണ്, പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ആ ഒരു ബന്ധം മാത്രമല്ലല്ലോ, നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ശ്രീനാഥിനെ ഞാൻ ഒഫീഷ്യലായിട്ട് വിളിക്കുകയാണ്, എൻ്റെ കല്യാണത്തിന് വരണം എന്ന രീതിയിലൊക്കെ. ആ സമയത്ത് ആ ഇൻവിറ്റേഷൻ ലെറ്റർ കാണുന്ന സ്ത്രീക്ക് അങ്ങ് എന്താ പറയുക, എന്തോ ഒരു വിഷമം പോലെ ആവുന്നുണ്ട് കേട്ടോ. വർഷ വിവേകെന്ന് കാണുമ്പോൾ താൻ ഒരുപാട് ആഗ്രഹിച്ച പെണ്ണായിരുന്നു വർഷ, അവളെ കൈവിട്ട് പോയ നിമിഷങ്ങളാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ. ആ സമയത്ത് എന്ത് പറ്റി ശ്രീ? ഒന്നുമില്ല, നല്ല കാർഡാണെന്ന് പറയുന്നു. പെട്ടെന്ന് വർഷ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വിവേക്, ശ്രീയേട്ടൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഈ
എന്തായാലും നമ്മൾ ശ്രീയേട്ടൻ ആദ്യം തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തത് എന്ന് പറയും. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ശ്രീ മാറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ വിവേകും വർഷയും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. വിവേക്, എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ആർച്ചമോളുടെ കാര്യം ഓർത്തിട്ട്. നീ ടെൻഷൻ അടിക്കേണ്ട, ആർച്ചമോൾ നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാം, നീ വിഷമിക്കേണ്ട, നീ ഇങ്ങനെ എന്തായാലും സാഡായിട്ടിരുന്ന പ്രശ്നങ്ങളായിരിക്കും വർഷ എന്ന് പറയുന്നു. അങ്ങനെ റൂമിൽ പോകുന്ന നമ്മുടെ ശ്രീനാഥ് ആ കത്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആകെ ടെൻഷനായി. ശ്രീയുടെ മനസ്സിൽ പല ചിന്തകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. പിന്നീടാണ് ഈ വർഷമാണെങ്കിൽ വിവേകിന് സൗകര്യം കൊടുക്കുന്നില്ല. മോളെക്കുറിച്ച് അന്വേഷിക്കണം, എൻ്റെ മോൾ എൻ്റെ കൂടെ വേണം, കല്യാണത്തിന് എൻ്റെ മോള് വേണം, നമുക്ക് അന്വേഷിക്കാം വിവേക്, നമുക്ക് ഇവിടെ ഈ എന്ത് ഒന്നും പറയാണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ വർഷ, ആർച്ചമോൾ അന്വേഷിക്കേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ആർച്ചമോൾ അന്വേഷിക്കണം. പക്ഷേ നമ്മളിപ്പോൾ വലിയൊരു തിരക്കിലാണ്. ഇപ്പം നമ്മൾ ഇവിടെ വരെ എത്തിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ നേരിട്ടു. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു അവസരം നമുക്ക് ഇനി കിട്ടില്ല. പിന്നെ ആർച്ചമോൾ കൊടുത്തിട്ട് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട, നിൻ്റെ ലൈഫും കൂടി പോയി കിട്ടുമെന്നല്ലോ. ആർച്ചമോൾ നമുക്ക് അന്വേഷിക്കാം, അതായത് നമ്മുടെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിയട്ടെ, അതിനിടയിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാക്കണ്ട. എന്താ നീ ഇങ്ങനെ പറയുന്നത് വർഷയെന്ന് ചോദിക്കുന്നു. വിവേക് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്, പക്ഷേ എൻ്റെ ആർച്ചമോൾ, അവൾ ഞാനായിട്ടുള്ള ബന്ധം നല്ലപോലെ അറിയുന്ന ഒരാളാണ് വിവേക്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാലോ, നീ സ്വയം ഇല്ലാണ്ടായി തുടങ്ങുകയാണ്. കാരണം മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഓർത്ത് നിൻ്റെ ലൈഫ് തെളിച്ച് കളയരുത്, നീ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിട്ട് വിവേക് എണീറ്റ് പോകുന്നു. പിന്നീടും ശ്രീനാഥിനെ തന്നെ കാണിക്കുന്നു. ശ്രീനാഥ് ആണെങ്കിലോ വീണ്ടും ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വർഷ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ ശ്രീയേട്ടാ മോൾക്ക് വല്ലാണ്ടിരിക്കുന്നത്? പ്രശ്നമൊന്നുമില്ലല്ലോ. എനിക്ക് എന്ത് പ്രശ്നം വർഷ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ കാർഡ് എടുത്ത് നോക്കിയതാണ്, വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് നോക്കിക്കളയാം എന്ന് വിചാരിച്ചു. നല്ല കാർഡാണ് കേട്ടോ എന്ന് പറയുന്നു. അപ്പോൾ വർഷയ്ക്ക് മൗനമായിട്ട് വർഷ തിരിച്ചു പോകുന്നു കേട്ടോ. വീണ്ടും നമ്മുടെ ശ്രീനാഥിൻ്റെ മനസ്സിൽ എന്തൊക്കെയൊക്കെയോ മനസ്സിനകത്ത് കയറിക്കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ വർഷ തനിക്കിനി ഒരിക്കലും സ്വന്തമാവില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. എപ്പോഴും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ വർഷയുടെ ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ശ്രീനാഥിന് അവളെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ശ്രീനാഥ് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പെൺകുട്ടി ആയിട്ടായിരിക്കാം. അവൾ ആദ്യമായി കണ്ടപ്പോൾ മുതലേ സ്ത്രീയുടെ മനസ്സിൽ അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം പക്ഷേ അങ്ങ് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ അവളുടെ സന്തോഷത്തിന് എതിര് പറയാനും സ്ത്രീക്ക് സാധിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വിവേകമായിട്ടുള്ള അവളുടെ കല്യാണത്തിന് മുൻകൈ എടുത്ത് നടത്തി കൊടുക്കാമെന്നൊക്കെ രണ്ടുപേർക്കും വാക്ക് കൊടുത്തതെങ്കിലും ശ്രീനാഥിന് ആ ഒരു വാക്ക് പാലിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ളത് അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ മനസ്സ് പലപ്പോഴായിട്ടും ഈ ആടി വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സ്റ്റാൻഡിൽ തന്നെ സ്ത്രീക്ക് ഇപ്പം നിൽക്കാൻ സാധിക്കുന്നില്ല. അതായത് വർഷം വിട്ടു പോവോ, തന്നെ വിട്ടു പോവോ, ഇനിയിപ്പോൾ എൻഗേജ്മെൻറ്റും കല്യാണം കഴിഞ്ഞാൽ അവൾ മറ്റൊരാൾക്ക് സ്വന്തമാവില്ലേ, തനിക്കിനി വർഷ എന്നൊരു ഓപ്ഷൻ പോലും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു സ്ത്രീയുടെ മനസ്സിൽ വല്ലാണ്ട് വിഷമങ്ങളുണ്ട്. അങ്ങനെ സ്ത്രീ ഒരു മിററിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ആ മിറർ സ്ത്രീയോട് സംസാരിക്കുമായിരിക്കാം. അത് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.